വാഹനം ഓവർടേക്ക് ചെയ്തതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് നെടുമ്പാശ്ശേരിയിൽ CISF ഉദ്യോഗസ്ഥർ യുവാവിനെ കാറിടിച്ചു കൊന്നു. അങ്കമാലി സ്വദേശിയായ ഐവിൻ ജിജോയാണ് മരിച്ചത്. പ്രതികളായ CISF SI വിനയ് കുമാർ ദാസ്, കോൺസ്റ്റബിളായ മോഹൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരുവരെയും CISF സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. കാറിടിച്ച ശേഷം റോഡിലൂടെ വലിച്ചിഴച്ചതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. നാടിനെ നടുക്കിയ യുവാവിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവവികാസങ്ങളുടെ തുടക്കം കഴിഞ്ഞ രാത്രി 9:45 കൂടിയായിരുന്നു. കൊല്ലപ്പെട്ട ഐവിനും അതോടൊപ്പം തന്നെ പ്രതിയാക്കപ്പെട്ട CISF ഉദ്യോഗസ്ഥരും തോമ്പ്ര ലൈനിൽ കൂടി അങ്കമാലിയിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്നു. രണ്ടുപേരും കാറിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. ആദ്യം ഈ CISF ഉദ്യോഗസ്ഥരുടെ വാഹനം പോകുന്നു, അതിന് പിന്നാലെ ഐവിൻ്റെ കാറും കടന്നു വരുന്നു. ഇതിനിടയിൽ ഐവിൻ ഇവരുടെ വാഹനത്തെ ഓവർടേക്ക് ചെയ്തു. ഇത് CISF ഉദ്യോഗസ്ഥർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ മോശമായി എന്തോ ആംഗ്യം കാണിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഇതിനെ തുടർന്ന് ഐവിൻ ആ വണ്ടിയുടെ മുന്നിൽ കൊണ്ടുവന്ന് ഇതുപോലെ ഇവിടെ ഇങ്ങനെ നിർത്തി. ഇതിന് ശേഷമാണ് ഈ തർക്കം തുടങ്ങുന്നത്. പരസ്പരം സംസാരിക്കുന്നതൊക്കെ തന്നെ CCTV ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഈ ഡോർ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ശബ്ദം കേട്ടിട്ട് ഇറങ്ങി വരുമ്പോൾ ഇവർ ഈ രണ്ട് കാറുകാർ നമ്മൾ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. ഇതിനിടയിൽ ഐവിൻ ഒരു കാര്യം കൂടി ചെയ്തു. ഈ തർക്കത്തിൻ്റെ ദൃശ്യങ്ങൾ സ്വന്തം മൊബൈൽ ഫോണിൽ പകർത്തി. അതുമാത്രമല്ല, പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു. AKG ഗ്രൗണ്ടിന് സമീപത്ത് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നു എന്നുള്ളതായിരുന്നു പോലീസുകാരെ അറിയിച്ചിരുന്നത്. ഈ വിഷയം പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ തന്നെ ഈ സംഭവ സ്ഥലത്ത് നിന്ന് CISF ഉദ്യോഗസ്ഥർ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി. അപ്പോൾ അവർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോകേണ്ടിയിരുന്ന അവർ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വണ്ടി തിരിച്ച് റിവേഴ്സ് എടുത്തിട്ട് എതിർ ദിശയിലേക്ക് പോകാൻ ശ്രമം നടത്തി. എന്നാൽ ഇതിനെ തുടർന്ന് ഐവിൻ വാഹനത്തിൻ്റെ മുന്നിൽ കയറി നിന്നു. കാരണം ഐവിൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട്. പോലീസ് എത്തി ഇത് പരിഹരിച്ചിട്ട് പോയാൽ മതി എന്ന ഒരു തീരുമാനത്തിൽ ഐവിൻ ഈ വാഹനത്തിൻ്റെ മുന്നിൽ കയറി നിന്നു. എന്നാൽ മുന്നിൽ കയറി നിന്ന ഐവിനെയും ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ടാണ് ഈ CISF ഉദ്യോഗസ്ഥർ വിനയ് കുമാർ വാഹനം മുന്നോട്ട് കൊണ്ടുപോയത്. ഇടിയുടെ ആഘാതത്തിൽ ഐവിൻ വണ്ടിയുടെ ബോണറ്റിലേക്ക് വീണു. ബോണറ്റിന് പുറത്തേക്ക് വീണ ഐവിനെയും കൊണ്ട് വാഹനം തോമ്പ്ര ലൈനിൽ വന്ന ദിശയിൽ നിന്ന് എതിർ ദിശയിലേക്ക് പോവുകയാണ്. നേരെ വാഹനം പോയത് അങ്കമാലി നായത്തോട് റോഡിലേക്കാണ്. അവിടെ എത്തിയതിന് ശേഷം ഇടത്തേക്ക് തിരിഞ്ഞു. ഇപ്പോൾ തന്നെ വാഹനം മീറ്ററുകളോളം കടന്നുപോയിരുന്നു. ഈ സമയത്തൊക്കെ ഐവിൻ കാറിൻ്റെ ബോണറ്റിൽ പിടിച്ചു തൂങ്ങിക്കിടക്കുകയായിരുന്നു. കുറച്ചും കൂടി ദൂരം എത്തിയപ്പോൾ വാഹനം നേരെ നായത്തോട്ടിലേക്ക് പോകാതെ റൈറ്റിലേക്ക് എടുത്തു. പിന്നെയും മീറ്ററുകളോളം ഈ വാഹനം മുന്നോട്ട് സഞ്ചരിച്ചു. ഏകദേശം ഇവിടെ വന്നപ്പോഴാണ് ഐവിൻ കാറിൽ നിന്ന് പിടിവിട്ട് നിലത്ത് വീണത്. ബ്രേക്ക് ചെയ്തതിൻ്റെ പാടാണ്, ടയർ ഉറിഞ്ഞതിൻ്റെ പാടാണ്. ഐവിൻ റോഡിൽ വീണതിനെ തുടർന്ന് വേഗത്തിൽ വന്നിരുന്ന കാർ ബ്രേക്ക് ചെയ്തു. ആ ബ്രേക്കിങ്ങിൽ ഐവിനെയും കൂടെ നിരക്കിക്കൊണ്ടാണ് വാഹനം മുന്നോട്ട് പോയത്. അതായത് ചതഞ്ഞറിഞ്ഞ അവസ്ഥയിലായിരുന്നു ഐവിനെ ഈ റോഡ് സൈഡിലേക്ക് കൊണ്ടുവന്ന് ഇട്ടത്. ഇവിടെയാണ് ഐവിൻ കിടന്നിരുന്നത്. ആള് ചോര ഒലിച്ചാണ് കിടന്നിരുന്നത്. നല്ലോണം ചതഞ്ഞറിഞ്ഞുള്ള അവസ്ഥയിലായിരുന്നു. ഇതിനെ തുടർന്ന് ശബ്ദം കേട്ട നാട്ടുകാർ ഓടി വന്നപ്പോഴാണ് ഈ കാഴ്ച അവർ കണ്ടത്. ഈ കാറിൻ്റെ അടിയിൽ മുൻഭാഗത്തെ അടിയിലാണ് ഐവിൻ ഉണ്ടായിരുന്നത്. ഐവിനെ അവിടെ നിന്ന് താങ്ങിയെടുത്തു. പക്ഷേ ഐവിനെ ആ സമയത്ത് മറ്റൊരു വണ്ടിയിൽ കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ചതഞ്ഞറിഞ്ഞ് മൊത്തം വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ ആംബുലൻസ് വരുത്തിച്ചാണ് ഐവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഐവിൻ്റെ മരണം സംഭവിച്ചു. എന്താണ് മരണകാരണം എന്തൊക്കെ സംബന്ധിച്ച് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വ്യക്തമാവുകയുള്ളൂ. കാർ ഓടിച്ചിരുന്ന CISF SIയെ നാട്ടുകാർ മർദ്ദിച്ചു എന്നും പറയുന്നുണ്ട്. മർദ്ദനത്തിൽ പരിക്കേറ്റ CISF SI ഈ ഐവിനെ പ്രവേശിപ്പിച്ച ആശുപത്രിയിൽ തന്നെ ചികിത്സയിലാണുള്ളത്. ഇയാളെയും കൂട്ടാളിയായ കോൺസ്റ്റബിൾ മോഹനെയും പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്. ഈ കേസിലെ പ്രധാനപ്പെട്ട തൊണ്ടി മുതലാണ് ഈ കാർ എന്ന് പറയുന്നത്. പക്ഷേ ഇന്നലെ രാത്രി ഈ സംഭവത്തിന് ശേഷം കാറ്
നേരെ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് രാവിലെ 7 മണിക്ക് ശേഷമാണ് ഈ സംഭവ സ്ഥലത്തേക്ക് കാർ എത്തിക്കുകയും തുടർന്ന് ഫോറൻസിക് പരിശോധന ഉൾപ്പെടെയുള്ളവ നടത്തുകയും ചെയ്തത്. ഇതിന് ക്രൈം സ്പോട്ടിൽ നിന്ന് ആ വാഹനം മാറ്റിയിട്ടില്ല. നമ്മൾ ക്രൈം സീൻ ഡിസ്ട്രിക്ട് ഇന്ന് രാവിലെയാണ് കൊണ്ടുവരുന്നത്. എവിടെ പോലീസ് ഇന്നലെ സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു ഈ കാർ. ഈ കാർ അങ്ങനെ ഇവിടെ സംഭവം നടന്ന സമയത്ത് ഈ സംഭവം അവർക്ക് ആദ്യം ഇഞ്ചൂർഡ് ആയതുകൊണ്ട് സ്ഥലത്തിൽ നിന്ന് മാറ്റി. പിന്നെ അവർ ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇപ്പോൾ എല്ലാ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് ഇങ്ങനെയുള്ള സംഭവം ആദ്യമായിട്ടായിരിക്കും. അതും ഈ കേസിലെ പ്രതികളെന്ന് പറയുന്നത് നമ്മുടെ സുരക്ഷ ഒരുക്കേണ്ട CISF ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതും ഞെട്ടിക്കുന്നതാണ്. ജോയ്സിയാറിനൊപ്പം എസ്. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.